ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്ട്രാറ്റജിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. സ്ട്രാറ്റജിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത്, ടു സെറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പുതിയൊരു സ്ട്രാറ്റജി ആണല്ലോ, എന്തായാലും ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ റെക്കോർഡിങ്സ് കണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്രയും ഭാഗം കണ്ടുപോയി ഒരു പോയിന്റിൽ വെച്ച് ഡൗട്ട് വരുന്നുണ്ട്, ഇപ്പോൾ വീഡിയോസ് ഇങ്ങനെ കണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോനെ കണ്ടുപോവുകയാണ്, ഒരു പോയിന്റിൽ വെച്ചൊരു ഡൗട്ട് വരുന്നുണ്ടെന്നാണെങ്കിൽ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുന്നത്തോട്ട് പോയിട്ട് ആ ഡൗട്ട് വന്ന ഭാഗം ഒന്നും കൂടെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വന്നാലേ ശരിയാവുള്ളൂ, ഏകദേശം ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ. ഒരേ ഭാഗം തന്നെ ഒന്നിലധികം തവണ കണ്ടിട്ട് ഡൗട്ട് ക്ലിയർ ആവുന്നില്ല എന്നാണെങ്കിൽ ചാറ്റിൽ മാർക്ക് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി, ഞാൻ കറക്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ ക്ലിയർ ആക്കി തരാം. അതിനുശേഷം റെക്കോർഡിങ്സ് കണ്ടുപോയാലും മതി. എന്തായാലും ഓരോ റെക്കോർഡിങ്സ് കാണുമ്പോൾ, ഓരോ വീഡിയോസ് കണ്ടുപോകുമ്പോഴും ഒന്നിലധികം തവണ കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക, എന്നാലേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ. ഇല്ലെങ്കിൽ ലൈവ് മാർക്കറ്റ് ചാർട്ടിൽ വരുമ്പോൾ ഫുള്ള് കൺഫ്യൂഷൻസ് തന്നെയായിരിക്കും. മനസ്സിലാവുന്നില്ലേ? ഇപ്പോൾ ഇത്രയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം എന്നുള്ള രീതി തന്നെയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം സ്ട്രാറ്റജിയിൽ എങ്ങനെയാണ് എൻട്രി വരുന്നത് എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഏറ്റവും ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ പുൾ ബാക്ക് മാർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പുൾ ബാക്ക് അപ്പ് ട്രെൻഡിലേക്ക് മാർക്ക് ചെയ്യുമ്പോഴും ഡൗൺ ട്രെൻഡിലേക്ക് മാർക്ക് ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പ് ട്രെൻഡിലേക്കാണെങ്കിൽ ഒരു പുൾ ബാക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഹയസ്റ്റ് ക്യാൻഡലിൻ്റെ ലോയിനെ ഫസ്റ്റ് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷം ഒന്ന് മെയിൻ ഹൈനെ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡൗൺ സൈഡ് ആ ഒരു ലോ എവിടെ വരെ പോയിട്ടുണ്ടാവും നമ്മൾ പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ള കാര്യം നോക്കി. അതുപോലെ ഡൗൺ ട്രെൻഡിലേക്കാണെങ്കിൽ ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനെ കട്ട് ചെയ്തതിന് ശേഷം മെയിൻ ലോയിനെ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്രൈസ് എവിടെ വരെ ഹൈ പോയിട്ടുണ്ടോ അത് നമ്മൾ പുൾ ബാക്ക് ആയിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ള കാര്യവും പഠിച്ചു. അതിനുശേഷമുള്ള വീഡിയോയിൽ ഇൻറ്റേർണൽ പുൾ ബാക്കും എക്സ്റ്റേണൽ പുൾ ബാക്കും എന്താണെന്നുള്ള കാര്യവും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാർട്ടിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഹൈനെ കട്ട് ചെയ്യാൻ കാരണക്കാരനായ മെയിൻ ലോ ഇതായതുകൊണ്ട് ഇതിന് നമ്മൾ മേജർ പുൾ ബാക്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പുൾ ബാക്ക് എന്നും അതിനുള്ളിൽ വന്നതിന് ഇൻറ്റേർണൽ പുൾ ബാക്ക് എന്നും വിളിക്കുന്നും പറഞ്ഞു. അതിനുശേഷമുള്ള വീഡിയോയിലായിരുന്നു നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പുൾ ബാക്ക് എന്ന് പറയുന്നത് എന്താണ്, മെയിൻ ലിക്വിഡിറ്റി ഏരിയ എന്നുള്ള കാര്യം നമ്മൾ ആ ഒരു വീഡിയോയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പുൾ ബാക്ക് എന്ന് പറയുമ്പോൾ മെയിൻ ലിക്വിഡിറ്റി ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി ഏരിയ അല്ലെങ്കിൽ റീസെൻറ്റ് പുൾ ബാക്കിന് നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് വിളിക്കും എന്നുള്ള കാര്യവും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു. ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ലിക്വിഡിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്മാർട്ട് മണി ഹ്യൂജ് ക്വാണ്ടിറ്റി വെച്ച് ചെയ്യുന്നവരൊക്കെ അങ്ങനെ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ വെച്ചിട്ടായിരിക്കും എൻ്റർ ചെയ്യുക എന്നുള്ള കാര്യവും പഠിച്ചു. അതുകൊണ്ട് തന്നെ റീസെൻറ്റ് പുൾ ബാക്കിനെ മെയിൻ ലിക്വിഡിറ്റി ഏരിയനെ നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് വിളിക്കും എന്നുള്ള കാര്യവും ലാസ്റ്റത്തെ വീഡിയോയിൽ പഠിച്ചായിരുന്നു. അതിനുശേഷം വന്ന വീഡിയോയിൽ എന്താണ് നമ്മൾ പഠിച്ചത്, BOS എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം പഠിച്ചു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റർ ചെയ്തൊരു പോയിന്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റിലെ ലിക്വിഡിറ്റിയിൽ സ്മാർട്ട് മണി എൻ്റർ ചെയ്തു. അതിനുശേഷം പ്രൈസ് വീണ്ടും വന്നിട്ട് നമ്മുടെ മെയിൻ ഹൈ മാർക്കറ്റ് ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഹൈ. അതിനുശേഷം ഒരു സ്മാർട്ട് മണി ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വരെ വന്നു. ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ വന്നതിന് ശേഷം സ്മാർട്ട് മണി ഇവിടെ നിന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം പ്രൈസ് വന്ന് നമ്മുടെ മെയിൻ ഹൈനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഏരിയനെ BOS എന്ന് വിളിക്കും എന്നുള്ള കാര്യം വരെയാണ് നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി സെറ്റപ്പിനെ പറ്റിയും സിമ്പിളായിട്ട് മനസ്സിലാവും. ഞാൻ ഇനി ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണെന്നുള്ള കാര്യവും സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ സ്മാർട്ട് മണി എൻ്റർ ചെയ്ത പോയിന്റ് ഇതാണ്. സ്മാർട്ട് മണി എപ്പോഴും എൻ്റർ ചെയ്യുന്ന ഒരു ലിക്വിഡിറ്റി ഏരിയയിലായിരിക്കും. അതിന് നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് വിളിക്കുമെന്നും പറഞ്ഞു. റീസെൻറ്റ് പുൾ ബാക്കിനെ സ്മാർട്ട് മണി ഇവിടെ നിന്ന് എൻ്റർ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് കിട്ടിയ ഹൈനെ ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ലാസ്റ്റത്തെ ഹൈനെ ഇവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹൈനെ കട്ട് ചെയ്യാൻ കാരണക്കാരനായ ലോ ഇതാണ് ആ ഒരു ഹൈനെ കട്ട് ചെയ്യാൻ കാരണക്കാരനായ മെയിൻ ലോ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് മനസ്സിലായില്ലേ? സ്മാർട്ട് മണി ഇവിടെ നിന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം പ്രൈസ് മുകളിൽ പോയി നമ്മുടെ ലാസ്റ്റ് ഹൈനെ കട്ട് ചെയ്തു. അപ്പോൾ ഈ ഹൈനെ കട്ട് ചെയ്യാൻ കാരണക്കാരനായ ലോ ഇതാണ്. ആ ഒരു ലോയിന് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയും. ഒരു BOS തരാൻ കാരണക്കാരനായ മെയിൻ ലോയിന് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഒരു സ്മാർട്ട് മണി എൻ്റർ ചെയ്ത പോയിന്റ് അത് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് മാർക്ക് ചെയ്തു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ BOSനെ കട്ട് ചെയ്യാൻ കാരണക്കാരനായ ലോ അത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് മാർക്ക് ചെയ്യും. ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് ഇവിടെ ലാസ്റ്റ് വന്ന് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോ എവിടെ വരെ പോയിട്ടുണ്ടോ അത് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് മാർക്ക് ചെയ്യും. ഇനി ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു, വിക്ക് ഇങ്ങനെയാണ് ഉള്ളതെന്നാണെങ്കിൽ ആ വിക്കിൻ്റെ ലോവസ്റ്റ് പോയിന്റ് ആയിരിക്കും നമ്മൾ ചോച്ചായിട്ട് മാർക്ക് ചെയ്യുന്നത്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ചോച്ചായിട്ട്
ഇനി ചോദിച്ച് എന്തിനാണ് എടുക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. അതിനുശേഷം എൻട്രിയിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. ഇപ്പോൾ സ്മാർട്ട് മണി ഇവിടുന്ന് എൻട്രി ചെയ്തു. സ്മാർട്ട് മണി ഈ ഒരു പോയിന്റിൽ എൻട്രി ചെയ്തു. നമ്മൾ ഇത്രയും കൺഫർമേഷൻ നോക്കുന്നതിൻ്റെ ഒറ്റൊരു കാര്യവും ഇതിനകത്ത് തന്നെ പറഞ്ഞുതരാം കേട്ടോ, ആ ഒരു ലോജിക്കും കാര്യങ്ങളും. സ്മാർട്ട് മണി ഇവിടുന്ന് എൻട്രി ചെയ്തു, പ്രൈസ് മുകളിലോട്ട് പോയി. അതിനുശേഷം നെക്സ്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയി. സ്മാർട്ട് മണി ഇവിടുന്ന് എൻ്റർ ചെയ്തു, പ്രൈസ് നല്ല രീതിയിൽ മുകളിലോട്ട് പോയി. അതിനുശേഷം വീണ്ടും ഡൗൺ സൈഡിലേക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, സ്മാർട്ട് മണിക്ക് ലോസ് വരും. സ്മാർട്ട് മണിക്ക് പ്രൈസിന് താഴെ പോയാൽ ലോസ് വരും. സ്മാർട്ട് മണി എന്ന് പറയുന്നത് ഹ്യൂജ് ക്വാണ്ടിറ്റി വെച്ച് ചെയ്യുന്നവരായിരിക്കും. സ്മാർട്ട് മണി ഇപ്പോൾ ഇവിടുന്ന് എൻ്റർ ചെയ്തു, അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോയി, വീണ്ടും നമ്മുടെ ഹൈനെ കട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ സ്മാർട്ട് മണിക്ക് ലോസ് വരും. അപ്പോൾ സ്മാർട്ട് മണി എന്ത് ചെയ്യും, ഓരോരോ പോയിന്റും താഴേക്ക് വരുമ്പോൾ വീണ്ടും ബൈ ചെയ്യാനേ നോക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു പോയിന്റിൽ ബൈ ചെയ്തു, നെക്സ്റ്റ് ഒരു പോയിന്റിൽ വീണ്ടും കിട്ടുമ്പോൾ നമ്മളവിടെ നിന്ന് വീണ്ടും സെല്ല് ചെയ്യാൻ നോക്കൂലേ, അല്ലെങ്കിൽ ബൈ ചെയ്യാൻ നോക്കൂലേ. അതുപോലെ തന്നെ സ്മാർട്ട് മണി നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ, ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു 1000 ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ലിക്വിഡിറ്റിയിൽ വെച്ചിട്ട്. ഇവർക്ക് വീണ്ടും ഒരു എന്തായാലും ഒരു വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്യണമെന്നിരിക്കട്ടെ. ഇവർ നെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വെച്ച് ഇവർക്ക് സ്മാർട്ട് മണിക്ക് മൊത്തത്തിൽ ഒരു 2000 ക്വാണ്ടിറ്റി ബൈ ചെയ്യണമായിരുന്നു. സ്മാർട്ട് മണിക്ക് 2000 ക്വാണ്ടിറ്റി. ഈ ഒരു പോയിന്റിലേക്ക് ഇതിപ്പോൾ ഇവർക്ക് ഏകദേശം 1000 ക്വാണ്ടിറ്റി കിട്ടിയുള്ളൂ. അതിനുശേഷം ഇവർ വീണ്ടും വെയിറ്റ് ചെയ്ത് നിന്നു, നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആവാൻ നിന്നു. പ്രൈസ് വീണ്ടും ഇതൊരു പുൾ ബാക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു 1000 ക്വാണ്ടിറ്റി ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ ഇവർ ഇവിടുന്ന് വീണ്ടും ബൈ ചെയ്യും. ഈ ഒരു ലോജിക്കാണ് നമ്മളിവിടെ കറക്റ്റായിട്ട് നോക്കുന്നത്. അതിനാണ് BOSും ചോദിച്ചും കറക്റ്റായിട്ട് വേണമെന്ന് പറയുന്നത്. ഇനി ഡൗൺ ട്രെൻഡിലേക്കുള്ളൊരു കാര്യവും ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഡൗൺ ട്രെൻഡിലേക്കാണെങ്കിലും ഇതുപോലെ തന്നെ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നു. ഡൗൺ സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ആയി ലോയിന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്കിത് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് റീസെൻറ്റ് പുൾ ബാക്കിന് നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? ഇത് രണ്ടും നമ്മുടെ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇനി മാർക്കറ്റ് എപ്പോഴേലും ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു, ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് മുകളിലോട്ട് വന്നിങ്ങനെ എടുത്തു. അതിനുശേഷം ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഏരിയ. ഇപ്പോൾ സ്മാർട്ട് മണി ഇവിടെ വെച്ച് സെല്ലിലേക്ക് എൻ്റർ ചെയ്തു. സ്മാർട്ട് മണി ഹ്യൂജ് ക്വാണ്ടിറ്റി സെല്ല് ചെയ്യുമ്പോൾ പ്രൈസ് പെട്ടെന്ന് താഴേക്ക് പോകും. താഴേക്ക് വന്നു. അതിനുശേഷം വീണ്ടും ഒരു നമ്മുടെ മെയിൻ ലോയിനെ കട്ട് ചെയ്തു. നമ്മൾ മെയിൻ ലോയിനെ കട്ട് ചെയ്യുമ്പോഴാണല്ലോ BOS മാർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മുടെ മെയിൻ ലോയിനെ കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിനെ ഇവിടെ BOS എന്ന് മാർക്ക് ചെയ്തു. BOS മാർക്ക് ചെയ്തു ഈ ഒരു ഏരിയനെ. ഈ ഒരു BOS ബ്രേക്ക് ആവാൻ കാരണക്കാരനായ ഹൈ ഏതാണ്, സ്മാർട്ട് മണി സെല്ല് ചെയ്ത ഈ ഒരു പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് പോയിന്റിനെ നമ്മൾ ചോച്ചായിട്ട് മാർക്ക് ചെയ്യും. ചോച്ചായിട്ട് ഈ ഒരു പോയിന്റിനെ മാർക്ക് ചെയ്തു. ഇനി പ്രൈസ് ഇതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സ്മാർട്ട് മണിക്ക് ലോസ് ആണ്. അപ്പോൾ സ്മാർട്ട് മണിക്ക് ഇവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു 2000 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണമായിരുന്നു. ഒരു 1000 ക്വാണ്ടിറ്റിക്കുള്ള ലിക്വിഡിറ്റി ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. പ്രൈസ് വീണ്ടും മുകളിലോട്ട് വരുമ്പോൾ ഇവർ വീണ്ടും ഇവിടെ നിന്ന് സെല്ല് ചെയ്യും. കാരണം മാർക്കറ്റ് താഴേക്ക് പോകാനുള്ളൊരു കാരണം, മാർക്കറ്റ് മൊത്തത്തിൽ ഡൗൺ ട്രെൻഡിലാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് തന്നെ നെക്സ്റ്റ് മെയിൻ ഒരു സപ്പോർട്ട് ഏരിയ അല്ലെങ്കിൽ മെയിൻ ഒരു ലിക്വിഡിറ്റി ഏരിയ ഇതായിരിക്കും. ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. സ്മാർട്ട് മണി ഇവിടുന്ന് സെല്ലിൽ എൻ്റർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി ഏരിയ നോക്കിയിട്ടായിരിക്കും അവർ ആ ഒരു പൊസിഷനിൽ എൻ്റർ ചെയ്യുന്നത്. കാരണം ഇവർക്ക് എൻ്റർ ചെയ്താൽ മാത്രം പോരാ, അതേപോലെ ലിക്വിഡിറ്റി ഏരിയ ഉള്ള ഒരു ഏരിയ പോയിട്ട് വേണം ഇവിടേക്ക് എക്സിറ്റ് ചെയ്യാനായിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇവർക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ അത്രത്തോളം ക്വാണ്ടിറ്റി കിട്ടില്ല, എക്സിറ്റ് ചെയ്യുന്നതിൽ കുറേ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് മെയിൻ ഒരു ലിക്വിഡിറ്റി ഏരിയ നോക്കിയിട്ടായിരിക്കും എക്സിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണെങ്കിൽ മാർക്കറ്റ് ഇവിടേക്ക് എത്തി, അതിനുശേഷം ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആകുമ്പോൾ ഇതിന് താഴെ വെച്ചിട്ടായിരിക്കും ഇവിടെ എക്സിറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഈ ഒരു ലോജിക്കാണ് നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് എൻട്രി സെറ്റപ്പിൽ എൻട്രി എടുക്കുക എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മുതലൊന്ന് കണ്ടു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുന്നേ നോക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് മാർക്കറ്റ് ബുള്ളിഷിലേക്കുള്ള എക്സാമ്പിൾ കേട്ടോ. മാർക്കറ്റ് ഇതുപോലെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു. പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് ഹൈനെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, ഈ ഒരു ഹൈനെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് രണ്ടും നമ്മുടെ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇത് രണ്ടും നമ്മുടെ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ 1 മിനിറ്റിൽ നോക്കുന്നു. 1 മിനിറ്റിൽ നോക്കുമ്പോൾ ഇതുപോലെ 2 ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിൽ നമ്മൾ ഒരിക്കലും ഒരു എൻട്രി എടുക്കില്ല. കാര്യം എന്താ, ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ സ്മാർട്ട് മണി എൻട്രി ചെയ്തതിന് ശേഷം വീണ്ടും വന്ന് ഹൈനെ കട്ട് ചെയ്തു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, ഒരു സ്മാർട്ട് മണി ഇവിടുന്ന് എൻട്രി ചെയ്തു, അതിനുശേഷം മെയിൻ ഹൈനെ കട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു BOS കിട്ടി. അതേപോലെ തന്നെ BOS കിട്ടുമ്പോൾ എന്താണ്,
സ്മാർട്ട് മണി എൻ്റർ ചെയ്ത പോയിന്റ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് മാർക്ക് ചെയ്യും. നമുക്ക് ചോദിച്ചും കിട്ടിയില്ല സെയിം ടൈം തന്നെ, ചോദിച്ചും ഇവിടെ കിട്ടി. ഇനി ഈ ഒരു പൊസിഷന് താഴെ പോയി കഴിഞ്ഞാൽ സ്മാർട്ട് മണി എൻ്റർ ചെയ്ത ഈ ഒരു പൊസിഷന് താഴെ പ്രൈസ് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ലോസാണ്, സ്മാർട്ട് മണിക്ക് ലോസാണ്. സ്മാർട്ട് മണി വീണ്ടും ബൈയിലേക്ക് വരാനുള്ള സാധ്യതകളെന്ന് പറയുന്നത് നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയയിലാണ്. നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 1 മിനിറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷം നോക്കേണ്ട 1-2 കാര്യങ്ങൾ. ഫസ്റ്റ് മാർക്കറ്റ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. BOSും ചോയ്സും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഫസ്റ്റ് നമ്മൾ നോക്കുക. ഒരു എൻട്രി സെറ്റപ്പിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ മാർക്കറ്റിൽ വന്നിട്ട് നോക്കേണ്ട കാര്യം BOSും ചോയ്സും നമുക്ക് കിട്ടിയോ എന്ന് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് ഇതാണ്. നമുക്ക് ഫസ്റ്റ് വേണ്ട കാര്യം ഒരു BOSും ചോയ്സും മാർക്കറ്റിൽ കിട്ടണം. BOSും നമുക്ക് മാർക്കറ്റിൽ കിട്ടണം, ഒരു ചോയ്സും നമുക്ക് മാർക്കറ്റിൽ ഫസ്റ്റ് കിട്ടണം. അതിന് ശേഷമേ നമ്മൾ ട്രേഡുകൾ എടുക്കുള്ളൂ. കാരണം സ്മാർട്ട് മണി ഒരു പൊസിഷനിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ BOS കിട്ടി. സ്മാർട്ട് മണി എൻ്റർ ചെയ്തതിന് ശേഷം ഹൈനെ കട്ട് ചെയ്തു, BOSും ചോയ്സും കിട്ടി. ഞാൻ പറഞ്ഞ പോലെ ഇനി ഈ ഒരു പൊസിഷന് താഴെ പ്രൈസ് പോവുകയാണെങ്കിൽ സ്മാർട്ട് മണിക്ക് ലോസ് വരും. അല്ലെങ്കിൽ സ്മാർട്ട് മണിക്ക് 1000 ക്വാണ്ടിറ്റിയെ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലിക്വിഡിറ്റിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിലായിരിക്കും അവർ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളും ആ ഒരു പൊസിഷനിൽ തന്നെ എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്യുമെന്ന് പറയാൻ നമ്മളും ആ ഒരു പോയിന്റ് തന്നെ എൻ്റർ ചെയ്യും. ഇത് ഫസ്റ്റത്തെ ഒരു പോയിന്റ്. ഫസ്റ്റ് നോക്കേണ്ടത് നമ്മൾ ഡയറക്റ്റായിട്ട് ഏറ്റവും ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിലൊന്നും പോയി എൻ്റർ ചെയ്യില്ല. സ്മാർട്ട് മണി എൻ്റർ ചെയ്യുമെന്ന് തോന്നലിൽ ഓർത്ത് എവിടെയും പോയിട്ട് എൻ്റർ ചെയ്യില്ല. നമുക്ക് ഈ ഒരു BOSിൻ്റെയും ചോയ്സിൻ്റെയും കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ട്രേഡിൽ എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ ഇൻഡ്യൂസ്മെൻറ്റിലായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ചോയ്സ് കിട്ടി, BOS കിട്ടി, അതിന് ശേഷം വരുന്ന പുൾ ബാക്കിലേ നമ്മൾ എൻട്രി എടുക്കുള്ളൂ. എൻട്രി എടുക്കുമ്പോഴും നോക്കേണ്ട കാര്യം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നു. ഇവിടെ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഈ ലിക്വിഡിറ്റിയിൽ സ്വീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇത് ഒന്നാമത്തെ കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റിയിലെ ഈ ഒരു പുൾ ബാക്കിന് താഴെ വന്ന് ഇൻഡ്യൂസ്മെൻറ്റിന് താഴെ നമുക്കറിയാലോ ഇൻഡ്യൂസ്മെൻറ്റിന് താഴെ ലിക്വിഡിറ്റി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റിയിലേക്ക് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഒരിക്കലും ഇതിൻ്റെ മുകളിൽ പോയിട്ട് കൺഫർമേഷൻ നോക്കി അങ്ങനെ ഒന്നും എൻട്രി ചെയ്യില്ല. ഇതിന് താഴെ വന്ന് ലിക്വിഡിറ്റിയിൽ സ്വീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. കാര്യങ്ങൾ ഓക്കെ അല്ലേ? അതുപോലെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ തന്നെ ആയിരിക്കും കേട്ടോ. ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റിന് താഴെ 12 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ സ്പോട്ടിൽ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? 12 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും നമ്മൾ സ്പോട്ടിൽ കൊടുക്കുന്നത്. ഫസ്റ്റത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സിംഗിൾ ഹൈ ആയിരിക്കും. ഈ ഒരു സിംഗിൾ ഹൈ ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റായിട്ട് കൊടുക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? നമ്മുടെ ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ടാർഗറ്റ് ഈ ഒരു സിംഗിൾ ഹൈ ആണ് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 1:2.5 അല്ലെങ്കിൽ 1:3. ഏറ്റവും കുറഞ്ഞത് ഈ ഒരു RR ഉണ്ടെങ്കിൽ മാത്രം, റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ കുറഞ്ഞ ഒരു RR ഒരു 1:1 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എൻട്രി ചെയ്യാതിരിക്കുക. ഏറ്റവും കുറഞ്ഞൊരു 1:3, 1:5 ഒരു ട്രേഡിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ കുറഞ്ഞ RR നമുക്ക് വേണ്ട. മനസ്സിലാവുന്നില്ലേ? സിമ്പിളായിട്ട് തന്നെ കിട്ടും. ഇനി ഇതൊരു സ്റ്റെപ്പ് നമുക്കൊരു ഇങ്ങനെ കിട്ടി. ഇനി ചില ടൈമിൽ മാർക്കറ്റ് ഇതുപോലെ, ഇത് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഒരു ഇൻഡ്യൂസ്മെൻറ്റിലെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ എൻട്രി ചെയ്യുള്ളൂ. അത് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി, അതെടുത്തു BOSും ചോയ്സും കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ട്രേഡിൽ എൻട്രി ചെയ്യുള്ളൂ. അത് രണ്ടും വേണമെങ്കിൽ ഒന്ന് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ രീതിയിലൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. BOSും ചോയ്സും കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ട്രേഡിൽ എൻട്രി ചെയ്യുള്ളൂ നെക്സ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിലേക്കായിട്ട്. ഇപ്പോൾ വീണ്ടും ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തു. ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പോയിൻ്റ് വെച്ച് എൻട്രി കിട്ടി, നമ്മളിവിടുന്ന് എൻട്രി ചെയ്തു. അതിനുശേഷം പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ഹൈനെ കട്ട് ചെയ്യുവാണെങ്കിൽ എന്താണ് വീണ്ടും സംഭവിക്കുന്നത്? ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ലാസ്റ്റത്തെ ഹൈനെ കട്ട് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് വീണ്ടും ഒരു BOS കിട്ടിയില്ല ഇവിടെ. ഇപ്പോൾ നമുക്ക് BOS ആയിട്ട് മാർക്ക് ചെയ്തുകൂടെ? ഫസ്റ്റത്തെ BOS നമുക്കിവിടെ കിട്ടി. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ഹൈനെ വന്ന് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് BOS കിട്ടി. ഈ ഹൈനെ ഇവിടെ ബ്രേക്ക് ചെയ്യാൻ കാരണക്കാരനായ BOSനെ കട്ട് ചെയ്യാൻ കാരണക്കാരനായ ലോ ഇതാണ്. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഈ ഒരു ലോ നമ്മുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് മാറും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു ചോയ്സ് കിട്ടിയത് ഇവിടെയായിരുന്നു. ഫസ്റ്റത്തെ ചോയ്സ് ഇവിടെയായിരുന്നു.
അതിനുശേഷം നെക്സ്റ്റ് വീണ്ടും BOS കിട്ടുമ്പോൾ നമ്മുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഇരുന്ന ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറും. കാര്യങ്ങളൊക്കെ അല്ലേ? ഫസ്റ്റ് നമുക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ഫസ്റ്റ് BOS ഇവിടെ കിട്ടിയപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെയായിരുന്നു. അതിനുശേഷം വീണ്ടും BOS കിട്ടുമ്പോൾ വീണ്ടും അടുത്ത BOS കിട്ടുമ്പോൾ നമ്മുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറും അങ്ങോട്ടേക്ക് മാറും. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഇൻഡ്യൂസ്മെൻറ്റിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം വീണ്ടും BOS കിട്ടുമ്പോഴും, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നോക്കുക, ഒരു BOS നിന്ന് നെക്സ്റ്റ് BOS ഇവിടെ കിട്ടുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ലാസ്റ്റത്തെ BOSന് താഴെയായിരിക്കും. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു BOS കിട്ടി, നെക്സ്റ്റ് BOS ഇങ്ങോട്ട് മാറി. എങ്ങനെ മാറി? ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ഹൈനെ കട്ട് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ മെയിൻ ഹൈനെ കട്ട് ചെയ്തപ്പോൾ BOS നമുക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ ഓരോരോ BOS കിട്ടുമ്പോഴും ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കും. മാർക്കറ്റ് ബുള്ളിഷിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നോർമൽ സ്ട്രക്ചറിൽ BOS ഇങ്ങനെ മാർക്ക് ചെയ്യില്ലേ, സ്ട്രക്ചർ മാർക്കായി എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഒരു ലിക്വിഡിറ്റി എടുത്തു, ഹൈനെ കട്ട് ചെയ്തപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്കിവിടെ ഫസ്റ്റ് കിട്ടി. ഓക്കെ, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഇതുപോലെ വന്ന് ഇവിടുത്തെ ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് വീണ്ടും ഹൈനെ കട്ട് ചെയ്തപ്പോൾ എന്തായി? ഇവിടെ ഇരുന്ന ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇങ്ങോട്ട് മാറി ഇവിടെ നിന്നാണ് ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ BOS ആയിട്ട് വരുന്നത്. ആ ഒരു കാര്യം മാത്രം നോക്കുക. ഓരോരോ പോയിന്റിലും BOS കിട്ടുമ്പോഴും ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാത്രം അവിടെ നിന്ന് മാറിക്കൊണ്ടിങ്ങനെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ താഴേക്ക് നമ്മൾ എൻട്രി എടുക്കൂല. കാര്യങ്ങളൊക്കെ അല്ലേ? ഇനി ഇത് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റ് ബുള്ളിഷിലേക്ക് പോയി. ഇത് കുറച്ച് നമുക്കൊരു എൻട്രി എടുക്കുന്നതിൻ്റെ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇവിടെ ഇൻറ്റേർണൽ ഇൻഡ്യൂസ്മെൻ്റ് എടുത്താലും കുഴപ്പമില്ല, എക്സ്റ്റേണൽ ഇൻഡ്യൂസ്മെൻ്റ് എടുത്താലും കുഴപ്പമില്ല. നമുക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷമുള്ളൊരു കൺഫർമേഷൻ മാത്രമേ വേണ്ടുള്ളൂ. ഇനി മാർക്കറ്റ് ഇതുപോലെ ബുള്ളിഷിലേക്ക് പോയി. ഫസ്റ്റ് അതിനുശേഷം നമുക്കിവിടെ ഇൻഡ്യൂസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി, അതുപോലെ തന്നെ താഴത്തെ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. നമ്മളെന്താണ് ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിൽ ഒരിക്കലും എൻട്രി എടുക്കൂല. കാരണം ഇത് ട്രാപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിൽ എന്തുകൊണ്ട് എൻട്രി എടുക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞുതരാം. മാർക്കറ്റ് ഇതുപോലെ ഡൗൺ സൈഡിലേക്ക് ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്തു. സ്വിങ് ക്രിയേറ്റ് ചെയ്തു ഇതുപോലെ ഒരു ഇൻഡ്യൂസ് അല്ലെങ്കിൽ പുൾ ബാക്ക്. സ്മാർട്ട് മണിക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് എൻ്റർ ചെയ്തുകൂടെ? മാർക്കറ്റ് സെല്ലിങ്ങിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ സ്മാർട്ട് മണിക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് സെല്ല് ചെയ്തുകൂടെ? കാരണം എന്താ? ഇവിടുന്ന് 2 തവണ സെല്ല് ചെയ്തവരുടെ ലിക്വിഡിറ്റി ഇതിന് മുകളിൽ ഉണ്ടാവൂലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിൽ ഒരിക്കലും എൻട്രി എടുക്കില്ല നമ്മൾ. നെക്സ്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു, അതിനുശേഷം 2 ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ പ്രൈസ് മുകളിലോട്ട് പോകുന്നത്. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഹൈനെ കട്ട് ചെയ്തു, അപ്പോൾ നമുക്കിവിടെ BOS കിട്ടി. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. BOS ഇവിടെ കിട്ടി. ഇത് നമ്മുടെ BOS ആണ്. ഇതിനകത്താണ് നമ്മൾ എൻട്രി എടുക്കുള്ളൂ. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹൈനെ BOS കിട്ടാൻ കാരണക്കാരനായ ലോ ഇതായതുകൊണ്ട് ഇത് നമ്മൾ ചോച്ചായിട്ട് മാർക്ക് ചെയ്തു. ഇത് നമ്മുടെ ചോച്ചായിട്ട് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കും. ഇവിടെ നമ്മൾ എൻട്രി എടുക്കും. ഇനി ചില ടൈമിൽ മാർക്കറ്റ് ഇതുപോലെ കിട്ടണമെന്നില്ല. സ്മാർട്ട് മണിക്ക് ഇവിടുന്ന് വേണ്ടത്ര ലിക്വിഡിറ്റി കിട്ടി. അതിനുശേഷം സ്മാർട്ട് മണി ചിലപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ നിന്നതിന് ശേഷം ഇതിപ്പോൾ എന്താണ്? ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ ഇതെന്താണ്? ഒരു സിംഗിൾ ഹൈ. ഇതൊരു സിംഗിൾ ഹൈ ആണ്. ഇപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഈ സ്വിംഗ് ഹൈ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ഹൈനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് റീടെസ്റ്റിൽ എൻ്റർ ചെയ്യുന്നവരുണ്ടാവും. ഈ ഒരു ഏരിയയിൽ റീടെസ്റ്റിൽ എൻ്റർ ചെയ്യുന്നവരുണ്ടാവും. ഇത് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. ചില ടൈമിൽ ഇവിടുന്ന് റീടെസ്റ്റിൽ എൻ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ ചിലപ്പോൾ ഈ ഒരു പോയിന്റിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം, ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, ഇനി മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ഔട്ടിൽ എൻ്റർ ചെയ്തവരുണ്ടായിക്കോട്ടെ, ഇവിടുന്ന് ബ്രേക്ക് ഔട്ടിൽ എൻ്റർ ചെയ്തവരുണ്ടാവും. അതുപോലെ റീടെസ്റ്റിൽ എൻ്റർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് മാർക്കറ്റ് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ സൈഡിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടുന്ന് ഫസ്റ്റ് ഒന്ന് ബൈയിങ്ങിലേക്ക് പോകുന്ന പോലെ കാണിക്കുമ്പോൾ എല്ലാവരും എൻ്റർ ചെയ്യും. അപ്പോൾ സ്മാർട്ട് മണി നെക്സ്റ്റ് ഇവിടെ വെച്ചിട്ട് ലിക്വിഡിറ്റി എടുത്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതെന്നിരിക്കട്ടെ, നമുക്കവിടെ ഒന്നും ചെയ്യാനില്ല. കാര്യങ്ങൾ മനസ്സിലായോ? നമുക്ക് ഇവിടുന്ന് ഇൻഡ്യൂസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു ലോ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടുള്ളൂ. മാർക്കറ്റ് ഇവിടുന്ന് എടുത്തിട്ട് പോയത് എന്താ? ഡൗൺ സൈഡിലെ ഈ ഒരു പോയിന്റിലെല്ലാം എൻ്റർ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ലിക്വിഡിറ്റി. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ കാണുക കേട്ടോ. നെക്സ്റ്റ് സ്മാർട്ട് മണി ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ എൻ്റർ ചെയ്തവരെ ട്രാപ്പ് ആക്കിയിട്ട് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പുഷ് ചെയ്ത് പോയെന്നിരിക്കട്ടെ.
നമുക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല. ചേഞ്ച് ഓഫ് ക്യാരക്ടർ അത് തന്നെയായിരിക്കും. ഒരു BOS കിട്ടുമ്പോൾ മാത്രമേ നമ്മുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാറുള്ളൂ. ബാക്കി ക്രിയേറ്റ് ആവുന്നതെല്ലാം ഇതെന്താണ്? റീസൺ പുൾ ബാക്കാണ്. റീസൺ പുൾ ബാക്ക് എന്ന് പറയുമ്പോൾ റീസൺ ഇൻഡ്യൂസ്മെൻ്റ് ആണിത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇവിടെ വേറെ മറ്റൊന്നും കിട്ടിയിട്ടില്ല. പ്രൈസ് മുകളിലോട്ട് പോയി ഒരു സിംഗിളെ ലിക്വിഡിറ്റി ഇവിടെ നിന്ന് ട്രാപ്പാക്കി വീണ്ടും മുകളിലോട്ട് പോയി. അപ്പോൾ നമുക്കിവിടെ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈനെ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഇൻഡ്യൂസ്മെൻറ്റ് മാത്രം, പുൾ ബാക്ക് മാത്രമാണ് ഇത്. ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കിതുപോലെ 2 ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇത് തന്നെയാണ്. ഇനി മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ വന്നെടുത്തു, അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഇങ്ങനൊരു പുൾ ബാക്കും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഹൈനെ കട്ട് ചെയ്തത്. ഇങ്ങനൊരു ഹൈനെ കട്ട് ചെയ്തത്. ഇപ്പം ഇതെന്താണ് ഇത് നമ്മുടെ ഇൻറ്റേർണൽ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഈ ഒരു ഹൈനോട് വെച്ച് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇത് രണ്ടും ഇത് ഇൻറ്റേർണൽ ഇൻഡ്യൂസ്മെൻറ്റും മറ്റേത് എക്സ്റ്റേണൽ ഇൻഡ്യൂസ്മെൻറ്റുമാണ്. ഇത് എക്സ്റ്റേണൽ ഇൻഡ്യൂസ്മെൻറ്റും. ഇപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കി. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടുണ്ടെന്ന പോയിൻ്റ് സെയിം തന്നെയാണ്. അതുകൂടാതെ 3 ഇൻഡ്യൂസ്മെൻ്റ് ഇവിടെ ക്രിയേറ്റ് ആയി. കറക്റ്റ് ആവുന്നുണ്ടോ? 3 ഇൻഡ്യൂസ്മെൻ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 3 ഇൻഡ്യൂസ്മെൻ്റ് ഇവിടെ കറക്റ്റായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടുന്ന് എല്ലാത്തിലും പോയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഇൻഡ്യൂസ്മെൻറ്റിൽ മാത്രമായിരിക്കും എൻ്റർ ചെയ്യുന്നത്, ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ താഴെ നിന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോൾ. ഇതിൽ ഫസ്റ്റത്തെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഫസ്റ്റത്തെയാണ്. നമ്മളിവിടെ ഫസ്റ്റത്തെ ഒരു 1-2 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നൊരു കാര്യം, നമുക്കൊരു എൻട്രി എടുക്കുന്നതിന് മുന്നേ 2ഓ 3ഓ ഇതുപോലെ പുൾ ബാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും താഴത്തേൽ മാത്രം എൻട്രി എടുക്കുക. ഏറ്റവും താഴത്തെ ചോച്ച് ഏതാണോ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് അടുത്തുള്ള ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ മാത്രം എൻട്രി എടുക്കുക. പ്രൈസ് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം, ഇവിടെ നിന്ന് എൻട്രി എടുക്കുക. ചോച്ചിന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇതാണ്, അതിന് തൊട്ടടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റിൽ മാത്രം എൻട്രി എടുക്കുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് ട്രേഡുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ടാണ് ഈ ഒരു രീതി നോക്കുന്നത് കേട്ടോ. ഈ ഒരു രീതി നോക്കുന്നത് ഇത് നമുക്ക് രണ്ടാമത്തെ കാര്യമായിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റ് കേട്ടോ. ഇതുപോലെ ഒന്നിലധികം ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തേൽ മാത്രം എൻട്രി എടുക്കാനായിട്ട് നോക്കുക. ഭൂരിഭാഗം ട്രെൻഡിങ് ഡേയ്സിലും മാർക്കറ്റ് ചിലപ്പോൾ താഴെ ഇവിടെ വരെ കിട്ടണമെന്നുണ്ടാവില്ല. മാർക്കറ്റ് ഇതുപോലെ ചിലപ്പോൾ 1-2 പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് വേണ്ടത്ര ലിക്വിഡിറ്റി എടുക്കാനായിട്ട് ഈ താഴെ വരെ വരും. ട്രെൻഡിങ് ഡേയ്സിൽ അതുപോലെ ഒന്നും വരണമെന്നില്ല. മാർക്കറ്റ് ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്ന് തന്നെ കയറിപ്പോവും. അങ്ങനെയുള്ള ട്രേഡുകൾ നമുക്ക് പറ്റാത്തത്ര ഒഴിവാക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ഏറ്റവും ഇൻഡ്യൂസ്മെൻറ്റിന് അടുത്ത് കിട്ടുന്ന ചോച്ചിനടുത്ത് കിട്ടുന്ന ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ മാത്രം എൻട്രി എടുക്കുക. മനസ്സിലാവുന്നില്ലേ? ഇനി നെക്സ്റ്റ് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റ് ഇതുപോലെ കുറേ ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് പോയി, ഒന്നും എടുത്തില്ല. ചില ദിവസങ്ങളിൽ ഇതുപോലെ നല്ല രീതിയിൽ ബുള്ളിഷ് പോകുന്ന ദിവസങ്ങളുണ്ടാവും. ഒരു ഇൻഡ്യൂസ്മെൻറ്റും എടുക്കാതെ പോകുന്ന ദിവസങ്ങൾ. ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കാതെ ഇതുവരെ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഇതുപോലെ ഒരു ഇൻഡ്യൂസ്മെൻറ്റൊക്കെ തന്നതിന് ശേഷം ഫസ്റ്റത്തെ ഒരു ട്രാപ്പിൽ എൻ്റർ ചെയ്ത് പോകും. അതിനുശേഷം ഇതുപോലെ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ പോകുന്ന ദിവസങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ഇവിടെ നിന്നൊന്നും എൻ്റർ ചെയ്യാതെ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം BOS കിട്ടില്ലേ? ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം BOS കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തു, BOS കിട്ടി. ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം സ്ട്രക്ചറിനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ BOS മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ കിട്ടിയേ? BOS കിട്ടുന്നതിൻ്റെ സെയിം ടൈമിൽ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ കിട്ടിയില്ലേ? ചോച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കാനായിട്ട് നോക്കുക. നെക്സ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിൽ മാർക്കറ്റ് ഇതുപോലെ ഒരുപാട് പുൾ ബാക്കുകൾ ക്രിയേറ്റ് ചെയ്ത് പോയി, ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് പോയി. ഇതൊന്നും എടുത്തിട്ടില്ല എന്നാണെങ്കിൽ എല്ലാത്തിലും പോയിട്ട് എൻട്രി ചെയ്യാനായിട്ട് നിൽക്കരുത്. ഏറ്റവും ലാസ്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റും ചോച്ചും കിട്ടി. മാർക്കറ്റ് ഇവിടെ നിന്നുള്ള ചോച്ച് പിന്നെ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. ഇവിടുത്തെ ചോച്ച് ഇങ്ങോട്ട് മാറി. ഒരു BOS കിട്ടുമ്പോൾ ചോച്ച് ഇങ്ങോട്ട് മാറി. അപ്പോൾ ഇങ്ങനൊരു ചോച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും എൻട്രി എടുക്കാനായിട്ട് നോക്കുക. അല്ലാതെയുള്ള ഏരിയാസിലൊന്നും ട്രേഡ് എടുക്കാതിരിക്കുക. കാര്യങ്ങൾ കണക്റ്റ് ആയില്ലേ? ഇനി ഇതിനകത്ത് 1-2 കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. അത് ഞാൻ ഡൗൺ ട്രെൻഡിലേക്കുള്ള ചാർട്ടിൽ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം റിയൽ ചാർട്ടിലേക്ക് എടുത്ത് കാണിച്ചു തരാം. മാർക്കറ്റ് ഇതുപോലെ ഡൗൺ ട്രെൻഡിലേക്ക് വരിക. ഇതുപോലെ
ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നുണ്ട്. ഡൗൺ ട്രെൻഡിലേക്ക് വരുമ്പോഴും ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു. ഇൻഡ്യൂസ്മെൻറ്റ് ഈ ഒരു പോയിൻ്റ് ഇൻഡ്യൂസ്മെൻ്റ് ആണ് നമ്മുടെ. ഇത് റീസെൻറ്റ് പുൾ ബാക്ക് ഇൻഡ്യൂസ്മെൻ്റ് അല്ലേ, ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ലോയിനെ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് BOS കിട്ടി. BOS ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ ഇൻഡ്യൂസ്മെൻ്റ് ഒന്നും ഇല്ലയെന്നിരിക്കട്ടെ. നമ്മൾ ഇതുവരെ നോക്കിയാൽ എന്താ, BOS തരുന്നതിന് മുന്നേ ഇതിനുള്ളിലൊരു പുൾ ബാക്ക് കിട്ടും. ഇങ്ങനെ BOS കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഇടുന്ന ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിരിക്കും കേട്ടോ, ചോച്ചായിരിക്കും. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇടുന്ന ചോച്ചാണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ചോച്ചായിട്ട് ഈ ഒരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തു. പ്രൈസ് എവിടെ വരെ പോയിട്ടുണ്ടോ അതാണ് നമ്മൾ ചോച്ചായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇത് ചോച്ചായിട്ട് മാർക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലയെന്നിരിക്കട്ടെ. ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റുന്ന പ്രൈസ് മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എൻട്രി എടുക്കാം. ചോച്ചിലേക്ക് എത്തുമ്പോൾ എൻട്രി എടുക്കാം. പക്ഷേ ചോച്ചിലേക്ക് ഇതുപോലെ ഈ ഒരു സെറ്റപ്പിൽ കിട്ടുന്ന ട്രേഡുകൾ വളരെയധികം കുറവായിരിക്കും, കിട്ടാറേ ഇല്ല കേട്ടോ. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രേഡുകൾ കിട്ടാറേ ഇല്ല, കിട്ടുന്നത് വളരെ ചുരുക്കമായിരിക്കും. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വീണ്ടും സെൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും. പക്ഷേ കിട്ടൽ വളരെയധികം കുറവാണ്. കിട്ടുവാണെങ്കിൽ നമുക്ക് ചോദിച്ചിൽ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ പറയുന്നു പോകുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്കിതുവരെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമ്മളിതുവരെ നോക്കിയ സെറ്റപ്പിലെല്ലാം ഒരു ചോദിച്ച് കിട്ടി BOS കിട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പുൾ ബാക്ക് ഉണ്ടാകുമായിരുന്നു ഇല്ലേ. ചോച്ചും BOSും തമ്മിൽ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ആവും. അത് നമുക്ക് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് കിട്ടുമായിരുന്നു. നമുക്ക് അതിനകത്ത് നിന്ന് എൻട്രി എടുക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു സെറ്റപ്പിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഇതുപോലെ ഒരു പുൾ ബാക്ക് ഉണ്ടാകുന്നു. നമ്മളിവിടെ ഒന്നും എൻട്രി എടുക്കരുത്. കാരണം ഈ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമ്മൾ ആ സ്ട്രക്ചറിന് ഇത്രയും വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, മാർക്കറ്റിലെ മെയിൻ ഹൈ ഇതാണ്, ലോ ഇതാണ്. അപ്പോൾ ഇതിനുള്ളിൽ വരുന്ന എന്താ, ഇതെല്ലാം ഇൻറ്റേർണൽ സ്ട്രക്ചർ അല്ലേ. നമ്മൾ ആ രണ്ടാമത്തെ റെക്കോർഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഇതെല്ലാം ഇൻറ്റേർണൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇൻറ്റേർണൽ പുൾ ബാക്കുകളായിരിക്കും, ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ഹൈയും ലോയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ലോയിനെ കട്ട് ചെയ്താലേ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ വന്നിട്ട് ഈ ഒരു ലോയിനെ കട്ട് ചെയ്തു, മെയിൻ ലോയിനെ വീണ്ടും കട്ട് ചെയ്യുന്നിരിക്കട്ടെ. കട്ട് ചെയ്താൽ നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇത് ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇല്ലേ. ഇത് നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റ്. ഫസ്റ്റത്തെ പോയി നോക്കേണ്ട കാര്യം, ഇതിനുള്ളിലൊരു ഇൻഡ്യൂസ്മെൻ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മാർക്കറ്റ് BOS തന്നതിന് ശേഷമാണ് വീണ്ടും ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് തരുന്നത്. ഇതിനുള്ളിൽ വരുന്ന എല്ലാം ഇൻറ്റേർണൽ ഇൻഡ്യൂസ്മെൻ്റ് ആയിരിക്കും. ഇൻറ്റേർണൽ ഇൻഡ്യൂസ്മെൻ്റ് ആയിരിക്കും ഇത് രണ്ടും. ഇവിടെയും നോക്കേണ്ട കാര്യം, ഓരോരോ പോയിൻ്റ് എടുക്കുമ്പോൾ ലോവസ്റ്റ് ക്യാൻഡലിൽ ഹൈനെ കട്ട് ചെയ്തതിന് ശേഷം ലോയിനെ കട്ട് ചെയ്തിട്ടാണോ പോകുന്നതെന്നുള്ള കാര്യം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിന് ശേഷമേ ലോവസ്റ്റ് ക്യാൻഡലിലെ ഹൈനെ കട്ട് ചെയ്തു, ലോയിനെ കട്ട് ചെയ്തു, അല്ലെങ്കിൽ ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനോട് വെച്ച് കട്ട് ചെയ്തു മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ, അതിനുശേഷം ലോയിനെ കട്ട് ചെയ്യുമ്പോഴേ നമ്മളിവിടെ പുൾ ബാക്ക് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കുള്ളൂ. ജസ്റ്റ് ഒരു ഇൻസൈഡ് ക്യാൻഡലോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ക്യാൻഡലിൻ്റെ കളറോ കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഒന്നും മാർക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടുന്ന് വീണ്ടും കിട്ടിയെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഹൈയിൽ പോയിട്ട് എൻട്രി എടുക്കുന്നതാണ് നല്ലത്. ഹൈയിൽ വെച്ചിട്ട് എൻട്രി എടുക്കുന്നതാണ് ഏറ്റവും സേഫ്. അതാകുമ്പോൾ ഒരു ട്രേഡ് നമുക്ക് നോക്കിയാൽ മതി. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ ട്രേഡിൻ്റെ എണ്ണമൊക്കെ വളരെയധികം കുറവായിരിക്കും. എന്നാലും കുഴപ്പമില്ലല്ലോ, 5 മിനിറ്റ് സ്ട്രാറ്റജിയിലും ട്രേഡുകൾ കിട്ടും. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന സ്ട്രാറ്റജിയിലും ട്രേഡ് കിട്ടും. ഇതെല്ലാം ഒരേ സെറ്റപ്പ് തന്നെയാണ്. ട്രെൻഡ് കണ്ടിന്യൂവേഷനും റിവേഴ്സിലും മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സ്ട്രക്ചറിൽ കറക്റ്റായിട്ട് എങ്ങനെ ട്രേഡ് കിട്ടുന്നത് അത് മാത്രം മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ഹൈയിൽ വെച്ച് മാത്രം എൻട്രി എടുക്കുക. നെക്സ്റ്റ് ഇതുപോലെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം വീണ്ടും ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ BOS വീണ്ടും ചേഞ്ച് ആവും. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ലോയിനെ കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ വീണ്ടും BOS ആയി. BOS കിട്ടിക്കഴിഞ്ഞാലേ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുള്ളൂ. BOS ഇപ്പോൾ ഇവിടെ കിട്ടിയതുകൊണ്ട് BOSൻ്റെ ഹൈ ആണ് നമ്മൾ ചോച്ചായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇത് മാത്രം നോക്കിയാൽ മതി. ഒരു BOS എവിടെ കിട്ടുന്നോ BOSൻ്റെ ഹൈ ചോച്ചായിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. സിമ്പിളായില്ലേ. ഇനി ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്ന് റിയൽ മാർക്കറ്റ് ചാർട്ടിലെടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ലാസ്റ്റ് ദിവസത്തെ ചാർട്ടാണ് കേട്ടോ. ഇന്ന് നവംബർ 14 നവംബർ 12 ചാർട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഈ ഒരു പോയിന്റിൽ മുതൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണാം. ഒരു ദിവസത്തെ ചാർട്ടിലെടുത്തിട്ട് വേണം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മുതലുള്ള ചാർട്ട് എടുത്ത് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം എൻട്രി എടുക്കാനായിട്ട്.
ഓക്കെ അല്ലേ? ഞാൻ ഇന്നത്തെ മൊത്തത്തിൽ എടുത്ത് പറയുവാണെങ്കിൽ ഈ ഒരു വീഡിയോക്ക് വലിയൊരു ലെങ്ത് ആയി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ പറഞ്ഞ 2 എൻട്രി സെറ്റപ്പ് പറഞ്ഞുതരാം. നെക്സ്റ്റ് വീഡിയോയിലേക്കായിട്ട് ഒരു ദിവസം മൊത്തം എടുത്തിട്ട് എങ്ങനെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതും പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്? ഫസ്റ്റ് നമുക്കൊരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ മാർക്കറ്റിൽ ആദ്യം ഒരു ഇൻഡ്യൂസ്മെൻറ്റും ചോദിച്ചും നമുക്ക്, അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റും BOSും നമുക്ക് എടുക്കണം. ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ നോക്കുമ്പോൾ ലാസ്റ്റത്തെ ക്യാൻഡിൽ ഇതായിരുന്നു, അതിനുശേഷം വന്ന ക്യാൻഡിൽ ഈ ഒരു റെഡ് ക്യാൻഡിലായിരുന്നു. ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈനെയാണ് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പ്രൈസ് മുകളിൽ പോയി ലോയിനെ കട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഹൈ നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിൽ നമ്മൾ എൻട്രി എടുക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളതല്ലേ. ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ഇനി ബ്രേക്ക് ചെയ്യേണ്ടത് ഈ ഒരു ലോയിനെയാണ്. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ്, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒരു റീസൺ പുൾ ബാക്കിൽ ഇൻഡ്യൂസ്മെൻറ്റിൽ ലിക്വിഡിറ്റി എടുക്കാൻ പോയിട്ടുണ്ട്. ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം എവിടെ നിന്നാണോ പ്രൈസ് മുകളിൽ പോയത് ആ ഒരു ലോയിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് BOSും ചോദിച്ചും മാർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ റീപ്ലേയിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് പോയാലും കുഴപ്പമില്ല കേട്ടോ. എപ്പോഴാണോ ലോയിന് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ BOSും ചോദിച്ചും മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എന്തായി? ഫസ്റ്റ് ഒരു BOSും കിട്ടി. അതിനുശേഷം ഈ ലോയിനെ കട്ട് ചെയ്യാൻ കാരണക്കാരനായ ഹൈ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 കാര്യങ്ങൾ കിട്ടി. എന്തൊക്കെയാണ്? ഒന്ന് BOS കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ലോയിനെ കട്ട് ചെയ്ത് BOS കിട്ടി. BOS കട്ട് ചെയ്യാൻ കാരണക്കാരനായ ഹൈനെ ഞാൻ ചോദിച്ചായിട്ട് മാർക്ക് ചെയ്തു. ഇനി നോക്കേണ്ട കാര്യം ഈ BOSനും ചോദിച്ചിനുള്ളിൽ ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു ലോവസ്റ്റ് ചാനലിലെ ഹൈനെ കട്ട് ചെയ്താൽ ഇതൊരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാത്രമേ ചാർട്ടിലുള്ളൂ. ബാക്കി ഇങ്ങനത്തെ ക്യാൻഡിൽസിൻ്റെ കളർ കണ്ടിട്ടൊന്നും പോയിട്ട് ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യില്ല കേട്ടോ. ഫസ്റ്റത്തെ വീഡിയോയിൽ പുൾ ബാക്ക് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സെറ്റപ്പിനനുസരിച്ച് മാത്രം ഒരു പുൾ ബാക്ക് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ നോക്കുമ്പോൾ ലോവസ്റ്റ് ക്യാൻഡലിനെ ഇവിടെ കട്ട് ചെയ്തു. അതിനുശേഷം ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനെ കട്ട് ചെയ്തതിന് ശേഷം ലോയിനെ കട്ട് ചെയ്താൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഡയറക്റ്റായിട്ട് ഓരോ ക്യാൻഡലിലും ലോയിനെ തന്നെ കട്ട് ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും പുൾ ബാക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റും BOSും അല്ലെങ്കിൽ BOSും ചോദിച്ചും കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് ഇതുപോലെ തന്നെ പോകുകയാണെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് BOSും ചോദിച്ചും കിട്ടിയതിന് ശേഷം മാത്രം എൻട്രി പ്ലാൻ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായിക്കോളും. മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ സൈഡിലേക്ക് പോയി. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. ലോവസ്റ്റ് ക്യാൻഡിൽ ലോയിന് ഇവിടെ വെച്ച് കട്ട് ചെയ്തു. ഇനി മാർക്കറ്റ് നമുക്ക് ഡൗൺ ട്രെൻഡിലേക്കാണെങ്കിൽ ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈനെ കട്ട് ചെയ്തതിന് ശേഷം ലോയിനെ കട്ട് ചെയ്താലേ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ലോയിനെ കട്ട് ചെയ്ത് BOS കിട്ടി. ഇനി നമുക്ക് നോക്കാം കേട്ടോ, ഏതൊരു ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുന്നുണ്ടല്ലോ. ഇവിടേക്ക് ഒരുപാട് നമുക്ക് എൻട്രി എടുക്കാം. ചോദിച്ചിന് അടുത്ത് കിട്ടുന്ന ഇൻഡ്യൂസ്മെൻറ്റിൽ നമുക്ക് എൻട്രി എടുക്കാം, അതിന് കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് ഇപ്പോൾ ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈനെ കട്ട് ചെയ്തതിന് ശേഷം ലോയിനെ വീണ്ടും കട്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ വീണ്ടും കിട്ടിയത് ഒരു BOS ആണ്, അല്ല BOS അല്ല, ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഈ ഒരു ലോയിനെ കട്ട് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് കിട്ടിയത്. കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇത് ഞാനിവിടെ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ഈ ഒരു പോയിൻറ്റും മാർക്ക് ചെയ്തു. ഇനി ഇതിനകത്ത് നോക്കേണ്ട കാര്യം, ഇതൊന്നും പുൾ ബാക്ക് അല്ല. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതൊന്നും ഒരു ഇൻഡ്യൂസ്മെൻ്റ് അല്ല. മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു. ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഈ ഒരു ലോയിനെ തന്നെ ഇവിടെ കട്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ, ഇതാണ് നമ്മുടെ ലോവസ്റ്റ് ക്യാൻഡലായിട്ടുള്ളത്, ഇതിൻ്റെ ഹൈന് ഇവിടെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനുള്ളിൽ വന്നേക്കുന്നതെല്ലാം ഇൻസൈഡ് ക്യാൻഡിലാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോകണം കേട്ടോ. ഇനി ഈ ഒരു ഹൈനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇൻഡ്യൂസ്മെൻറ്റ്, അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം വീണ്ടും ലോയിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ BOSും കാര്യങ്ങളും മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും ക്രിയേറ്റ് ചെയ്തൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇതും നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റ് തന്നെയാണ്. ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനോട് വെച്ച് കട്ട് ചെയ്തു, ലോയിനെ കട്ട് ചെയ്തു. ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഈ ഒരു പോയിൻറ്റും. ഇപ്പം നമ്മൾ ആദ്യം പഠിച്ച കാര്യം എന്താണ്? ഇതുപോലെ ഒരുപാട് ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. ചോദിച്ചിനടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. ബാക്കിയുള്ള എൻട്രി സെറ്റപ്പൊക്കെ എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ മുന്നോട്ട് വരുന്ന വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് ചെറിയ ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഈ രീതിയിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇപ്പോൾ ചോദിച്ചിനടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റ് ഇത് മാത്രമാണ്. അവിടെ കിട്ടുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഇനി അല്ലാന്നാണെങ്കിൽ നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം, നെക്സ്റ്റ് ഒരു BOS ഇതും കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ലാസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിനെ എടുത്തു. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റും മാർക്കറ്റിൽ ഇതുപോലെ ക്രിയേറ്റ് ആവുന്ന പുൾ ബാക്കുകളെല്ലാം ലിക്വിഡിറ്റി ആയിരിക്കും. അതുകൊണ്ട് എല്ലാത്തിലും പോയിട്ട് നമുക്ക് തലവെക്കാനായിട്ട് പറ്റില്ല. ഇനി മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വീണ്ടും BOS കിട്ടും കേട്ടോ. കാരണം ഇവിടുത്തെ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു. ഇനി ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ലോയിനെ കട്ട് ചെയ്യുവാണെങ്കിൽ BOS മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. BOSും ചോദിച്ചും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സേഫ് എൻട്രീസ് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? BOSും ചോദിച്ചും കിട്ടിയതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ.
അല്ലാതെ ഒരിക്കലും ഡയറക്റ്റായിട്ട് കാണുന്ന പുൾ ബാക്കിലെല്ലാം പോയിട്ട് ട്രേഡ് എടുക്കരുത്. ഇനി ഈ ഒരു പോയിന്റിൽ ബ്രേക്ക് ചെയ്താലേ നമുക്കൊരു BOSും കാര്യങ്ങളും BOSും ചോദിച്ചും കിട്ടുള്ളൂ. ഈ ഒരു പോയിന്റിനെ ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഒരു പോയിന്റിനെ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ കാര്യം എന്താണ്? ഈ ഒരു പോയിന്റിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ബ്രേക്ക് ചെയ്യാൻ കാരണക്കാരനായ ഹൈ ഇതാണ്, അത് ഞാനവിടെ ഫസ്റ്റ് മാർക്ക് ചെയ്തു. ഈ ഒരു പോയിന്റിനെ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടൊരു ലോയിനെ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് BOS കിട്ടി. ഈ ഒരു BOSനെ അല്ലെങ്കിൽ ഈ ഒരു ലോയിനെ വീണ്ടും കട്ട് ചെയ്യാൻ കാരണക്കാരനായ ലോ ഇതാണ്, അല്ലെങ്കിൽ ഈ ഒരു ലോയിനെ കട്ട് ചെയ്യാൻ കാരണക്കാരനായ ഹൈ ഇതാണ്. ഇവിടെ നിന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ല് ചെയ്തതും ഇവിടെ വെച്ചിട്ട് ഈ ലോയിനെ കട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ചോച്ചായിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ചോച്ച്. ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ചോച്ചിനടുത്തുള്ള ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ചോച്ചിനടുത്തുള്ള ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏതാ? ഇതല്ലേ. മാർക്കറ്റ് ഇതുപോലെ ലോയിനെ കട്ട് ചെയ്തു, അതിനുശേഷം ഇവിടെ വെച്ചിട്ടാണ് വീണ്ടും ഈ ലോയിനെ കട്ട് ചെയ്യുന്നത്. ഇതിനുള്ളിൽ ഒരു ഇൻറ്റേർണൽ പുഷാണ് ക്രിയേറ്റ് ചെയ്തത്. മനസ്സിലാവുന്നില്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഈ ലോയിനെ വീണ്ടും കട്ട് ചെയ്യുമ്പോൾ, ഈ ഒരു ലോയിനെ ഇവിടെ വെച്ച് വീണ്ടും കട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻറ്റേർണൽ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിൻ്റാണ് ഇതിൽ ഹൈ വരുന്നത്. ഈ ഒരു പോയിന്റിലേക്ക് ലിക്വിഡിറ്റി മാർക്കറ്റ് ഓൾറെഡി എടുത്തു. അപ്പം നമുക്ക് ആകെ കിട്ടിയേക്കുന്നത് ഈ 2 ഇൻഡ്യൂസ്മെൻറ്റുമാണ്. ചോച്ചിനടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റിൽ മാത്രമേ എൻട്രി എടുക്കുന്നതാണ് തുടക്കക്കാർക്ക് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മുടെ ചോച്ചിനടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റ് ഇതാണ്. ഈ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇനി എൻട്രി എടുക്കാം. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ഓൾറെഡി ഒരു BOSും കിട്ടി, ഒരു ചോച്ചും കിട്ടി. BOSൻ്റെയും ചോച്ചിൻ്റെ അടുത്തുള്ള ലാസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. എപ്പോഴും നോക്കേണ്ട കാര്യം, ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ ക്യാൻഡിലിൻ്റെ കൺഫർമേഷനോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കില്ല. നമ്മൾ ചെറിയ പോയിൻ്റ് SL എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഡയറക്റ്റായിട്ട് തന്നെ എൻട്രി എടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ ലോയിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും BOS കിട്ടും. പിന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കിയായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ വീണ്ടും ലോയിനെ കട്ട് ചെയ്തു. അപ്പോൾ എന്താണ്, ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം വീണ്ടും ലോയിനെ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വീണ്ടും BOS ഇവിടേക്ക് മാറും. അതുപോലെ തന്നെ ചോച്ചും ഈ ഹൈയിലേക്ക് മാറും. മനസ്സിലായില്ലേ? ഈ രീതിയിലാണ് നമ്മൾ സെറ്റപ്പ് നോക്കുന്നത്. ചോച്ചും BOSും കിട്ടിയതുകൊണ്ട് നമുക്കിനി നെക്സ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് കാര്യങ്ങൾ അവിടെ വരുന്നത്. ഇതാണ് ഈ ഒരു ചാർട്ടിലുള്ളൊരു ഇൻഡ്യൂസ്മെൻറ്റ്. അതിനുശേഷം ലാസ്റ്റത്തെ റെഡ് ക്യാൻഡിലിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻഡ്യൂസ്മെൻ്റ് ആവും. ലാസ്റ്റ് വന്ന റെഡ് ക്യാൻഡിൽ ഇതാണ്. ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതും ഇൻസൈഡ് ക്യാൻഡിൽ തന്നെയാണ്. ഈ ഒരു പോയിൻറ്റും ഇൻസൈഡ് ക്യാൻഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിതും ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ആകെ കിട്ടിയ ഇൻഡ്യൂസ്മെൻറ്റ് ഇതാണ്. മാർക്കറ്റിന് മുകളിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെൽ എൻട്രി എടുക്കാം. ഇതാണ് നമ്മുടെ കറക്റ്റായിട്ട് സെറ്റപ്പ് വരുന്നത്. കറക്റ്റായിട്ട് ചാർട്ടിൽ നോക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെ. ഡൗട്ട് വന്നിട്ടുള്ളവർ ഒന്നും കൂടെ കാണാൻ ശ്രമിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഒന്നിലധികം ഇൻഡ്യൂസ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ എല്ലാത്തിലും എൻട്രി എടുക്കാതെ വീണ്ടും ഒരു BOSും ചോച്ചും കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ എൻട്രി എടുക്കുക. ഓക്കെ അല്ലേ? ഈ ഒരു കാര്യങ്ങൾ തന്നെ. ഇനി ഞാൻ അപ് ട്രെൻഡിലേക്കുള്ളൊരു എക്സാമ്പിളും പറഞ്ഞുതരാം. ബാക്കിയുള്ള മൊത്തത്തിലൊരു ചാർട്ടിനെ റെഡി ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് തന്നെയുണ്ട്. ഇതൊന്നിലധികം തവണ കാണുവാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി അപ് ട്രെൻഡിലേക്കുള്ളൊരു സെറ്റപ്പ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഞാൻ ബയ്യിങ്ങിലേക്കുള്ളൊരു എക്സാമ്പിൾ ഈ ഒരു പോയിന്റിൽ വെച്ച് പറഞ്ഞുതരാം. സിമ്പിളായിട്ട് തന്നെ കേട്ടോ. മാർക്കറ്റ് ബുള്ളിഷിലേക്കുള്ളതാണെങ്കിൽ ഈ രീതിയിലൊരു ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടാക്കുന്നു. ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിന് എടുത്തതിന് ശേഷം മെയിൻ ഹൈനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് BOS കിട്ടും. BOS കിട്ടി, ചോച്ച് കിട്ടി. ചോച്ചിന് അടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്നായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇനി ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് മാർക്കറ്റ് എത്തിയില്ല, വീണ്ടും പ്രൈസ് ഇതുപോലെ മുകളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒന്നും എൻട്രി എടുക്കാതെ വീണ്ടും എപ്പോഴാണോ മാർക്കറ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് BOSും ചോച്ചും തരുന്നത്, അതിന് ശേഷം എൻട്രി എടുക്കാനായിട്ട് നോക്കുക. സെറ്റപ്പ് സിമ്പിളല്ലേ? ഇനി ഞാൻ അതേ കാര്യം ഈ ചാർട്ടിലൊന്ന് കാണിച്ചു തരാം. ഇനി ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ളതൊക്കെ മുന്നത്തോട്ട് വരുന്ന വീഡിയോയിൽ പറഞ്ഞു തരൂ കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഏരിയ മുതൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷിലേക്കാണ്. ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ലോയിന് ഇവിടെ കട്ട് ചെയ്തു, അതിനുശേഷം ഹൈനെ കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഡൗൺ സൈഡ് ഫസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിരുന്നു. മാർക്കറ്റ് ആ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ഹൈനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തു. ഇൻഡ്യൂസ്മെൻറ്റ് ഫസ്റ്റ് എടുത്തു, അതിനുശേഷം ഹൈനെ കട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് BOS കിട്ടും. BOS കിട്ടുന്ന സെയിം ടൈമിൽ തന്നെ BOSൽ ഇവിടെ കട്ട് ചെയ്യാൻ കാരണക്കാരനായ മെയിൻ ലോ ഇതാണ് നമ്മുടെ. അത് നമുക്കിവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ടും ഈ ഒരു പോയിന്റ് നമുക്കിവിടെ കിട്ടി. ഓക്കെ അല്ലേ? ഈ ഒരു ഹൈനെ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിന്ന് എൻട്രി ചെയ്തു. അതിനുശേഷം പ്രൈസ് വന്നിട്ട് നമ്മുടെ മെയിൻ ഹൈനെ കട്ട് ചെയ്തു. ഹൈനെ കട്ട് ചെയ്യാൻ കാരണക്കാരനായ മെയിൻ ലോയിനെ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ടും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഇൻഡ്യൂസ്മെൻറ്റ് ഈ ഒരു പോയിൻ്റാണ്.
ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റിൽ ഇൻഡ്യൂസ്മെൻറ്റ് ഇല്ല കേട്ടോ. നമുക്ക് മെയിനായിട്ട് കിട്ടിയ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ ഇൻറ്റേർണൽ ഇൻഡ്യൂസ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ അല്ലേ? ചാർട്ടിൽ കറക്റ്റായിട്ട് കാണുന്നില്ല ഓരോരോ ക്യാൻഡിൽസ് ആണെങ്കിലും എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന്. BOS കട്ട് ചെയ്തതിന് ശേഷം പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു. നെക്സ്റ്റ് ഇതൊന്നും ഒരു പുൾ ബാക്ക് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോരോ ക്യാൻഡിലിൻ്റെയും ഹൈനെയാണ് കട്ട് ചെയ്തേക്കുന്നത്, ലോയിനൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? ഇനി പ്രൈസ് ഈ ഒരു പോയിന്റിലേക്ക് ഒന്ന് ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. ഇനി എല്ലാം മാർക്കറ്റ് വീണ്ടും BOSകൾ ക്രിയേറ്റ് ചെയ്താൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വീണ്ടും BOS ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ BOS അല്ല, വീണ്ടും നെക്സ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. സോറി കേട്ടോ, ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടില്ല. ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കാതെ തന്നെ വീണ്ടും മാർക്കറ്റിൻ്റെ മുകളിലോട്ട് നെക്സ്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റും കൂടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അതും ഇൻഡ്യൂസ്മെൻ്റ് ആണ്. നമ്മളിതുപോലെ എല്ലാ കാണുന്ന പോയിന്റിലും അല്ലെങ്കിൽ എല്ലാ ഇൻഡ്യൂസ്മെൻറ്റിലും പോയിട്ട് എൻട്രി എടുക്കൂല. ഇത് നമ്മുടെ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കും കേട്ടോ. ഇനി ഇങ്ങനത്തെ ഇൻഡ്യൂസ്മെൻറ്റുകളിൽ എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രീമിയം ഡിസ്കൗണ്ടൊക്കെ നോക്കിയിട്ട് എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട്. വീണ്ടും ക്രിയേറ്റ് ആയതും ഒരു ഇൻഡ്യൂസ്മെൻറ്റ് തന്നെയാണ്. ഇതും ഇൻഡ്യൂസ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ അല്ലേ? നമ്മളിതുപോലെ എല്ലാ പോയിന്റിലും പോയിട്ട് ട്രേഡ് എടുക്കൂല. മാർക്കറ്റിൽ നമുക്കറിയാം ഇതുപോലെ ക്രിയേറ്റ് ആവുന്ന എല്ലാ പുൾ ബാക്കും ട്രാപ്പ് ആക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്ത് പോകുന്നതാണ്. അല്ലെങ്കിൽ ഓരോരോ സിഗ്നലും ട്രാപ്പിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ആവുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുമോ? നമ്മുടെ ചോദിച്ച് ഇത് തന്നെയാണ്. ചോദിച്ചിന് താഴെ അടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ വിട്ടേക്കാം. പിന്നെ നെക്സ്റ്റ് ഒരു BOS ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ആ ഒരു പോയിന്റ് വരെ എത്തി. ഇപ്പോൾ ഹയസ്റ്റ് ക്യാൻഡിൽ ലോയിന് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഹൈനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇത് നമ്മുടെ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഇത് ഞാൻ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വീണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോയിന്റ്. ഇനി ഈ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം പ്രൈസ് താഴെ വന്നിട്ട്, അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻ്റ് എടുക്കാൻ വേണ്ടി പ്രൈസ് താഴെ വന്നു, ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ട് വന്നിട്ട് ഹൈനെ കട്ട് ചെയ്താലും നമ്മൾ BOS ആയിട്ട് തന്നെ നോക്കുള്ളൂ കേട്ടോ. അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഇൻഡ്യൂസ്മെൻ്റ് കിട്ടി. ഹയസ്റ്റ് ക്യാൻഡിൽ ലോയിന് കട്ട് ചെയ്തു. നോക്കാം, ഹൈനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തു. കറക്റ്റ് മനസ്സിലാവുന്നില്ലേ? ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു. നമ്മുടെ ഫസ്റ്റത്തെ ഐഡിയം ഇതായിരുന്നു, ഇൻഡ്യൂസ്മെൻ്റ് ഇതായിരുന്നു. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം എന്തായി? ഹൈനെ കട്ട് ചെയ്തു. ഹൈനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? BOS കിട്ടും. ഇവിടെയുള്ള BOS പോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു BOSും കൂടെ കിട്ടും. BOS ഞാനിവിടെ വീണ്ടും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് BOS ആയിട്ട് കിട്ടി. BOS കിട്ടുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ കിട്ടുന്നില്ലേ? ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ഹൈനെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് BOS കിട്ടി. BOS തരാനായി BOS കട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഹൈനെ കട്ട് ചെയ്യാൻ കാരണക്കാരനായ ലോ നമ്മൾ ചോച്ചായിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ചോച്ച് ഇങ്ങോട്ടാണ് മാറുന്നത്. ചോച്ച് മാറിക്കൊണ്ടിരിക്കും. കാരണം ഒരു BOS കിട്ടുമ്പോൾ ചോച്ച് മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് നമുക്ക് BOS കിട്ടുമ്പോൾ ചോച്ച് ഇവിടെയായിരുന്നു. അതിനുശേഷം ഇത്രയും പുൾ ബാക്ക് വന്നപ്പോഴും നമ്മുടെ ചോച്ച് മാറിയില്ലായിരുന്നു. നെക്സ്റ്റ് BOS കിട്ടുമ്പോൾ മാത്രം, ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഹൈനെ കിട്ട് ചെയ്യുമ്പോൾ BOS കിട്ടും. BOS കിട്ടുമ്പോൾ മാത്രം നമ്മുടെ ചോച്ചും മാറിക്കൊണ്ടിരിക്കും. താഴെയുള്ള ചോച്ച് പിന്നെ നമ്മൾ നോക്കൂല. ആ ചോച്ച് മുകളിലോട്ട് കയറ്റി വെച്ചു. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ ട്രേഡും കാര്യങ്ങളും വരുന്നത്. ചോച്ചിനടുത്തുള്ള ഇൻഡ്യൂസ്മെൻ്റ് ഇതാണ്. ഇല്ല, മനസ്സിലാവുന്നില്ലേ? മാർക്കറ്റ് ബുള്ളിഷ് ഈ ഒരു ഹൈനെ കട്ട് ചെയ്യാൻ പോയപ്പോൾ ഈ ഒരു ക്യാൻഡിലൂടെ വന്നിട്ടില്ല എന്നുള്ള കാര്യം നോക്കിയാൽ മതി. ഈ ഒരു ക്യാൻഡിലൂടെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് പ്രൈസും മുകളിലോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി. അതിനുശേഷമാണ് ഹൈനെ കട്ട് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ഇൻഡ്യൂസ്മെൻ്റ് അല്ലേ? മനസ്സിലാവുന്നില്ല സിമ്പിളായിട്ട്? അപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ നമുക്ക് ട്രേഡ് എടുക്കാം. കാരണം ചോച്ചിനടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റിൽ നമുക്ക് ധൈര്യത്തോടെ ട്രേഡ് എടുക്കാം. ഓക്കെ അല്ലേ? ഞാൻ അതും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെയും സെയിം SL പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ട്രേഡിൻ്റെ ബാക്കി കാര്യങ്ങൾ മുന്നത്തോട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇത് നമ്മുടെ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ടാർഗറ്റ് ഞാൻ പറഞ്ഞ പോലെ സ്വിംഗ് ഹൈ ആവശ്യം 1:3 കിട്ടുന്നുണ്ടെങ്കിൽ 1:2.5 എങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യുക. അതുപോലെ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു 1:5 അതിൻ്റെ ബാക്കി ട്രേഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും നോക്കുക. ഓക്കെ അല്ലേ? സെറ്റപ്പ് ഏകദേശം ഓക്കെ ആയിട്ട് കിട്ടിയില്ലേ? സിമ്പിളായിട്ട് നോക്കുക. ഈ ചാർട്ട് ആദ്യം മുതൽ ഞാൻ എടുത്ത് പറഞ്ഞുതരാം. മാർക്കറ്റ് ബുള്ളിഷിലേക്ക് പോകുന്നു. ബുള്ളിഷിലേക്ക് ഇതുപോലെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡ്യൂസ്മെൻറ്റിനെ എടുത്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഹൈനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് BOS കിട്ടും. BOSും ചോച്ചും കിട്ടും. നമ്മൾ അത് രണ്ടും മാർക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം മാർക്കറ്റ് ഇതുപോലെ ഇൻഡ്യൂസ്മെൻ്റ് എടുക്കാതെ വീണ്ടും മുകളിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒന്നും പോയിട്ട് എല്ലാത്തിലും ട്രേഡ് എടുക്കില്ല. എപ്പോഴാണോ ചോച്ചിനടുത്ത് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത്, ചോച്ചിനടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് മാർക്കറ്റ് വരുന്നത്, അപ്പോഴായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇനി നമ്മുടെ ആ ഒരു പോയിന്റിലേക്ക് എത്തിയില്ല, മാർക്കറ്റ് ഏറ്റവും ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ മിണ്ടാതിരിക്കുക. ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം വീണ്ടും BOSും ചോദിച്ച് നമുക്ക് തരില്ലേ?
BOSും ചോയ്സും നമുക്ക് തരുമ്പോൾ അതിനടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റിൽ എൻട്രി എടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടി, BOS കിട്ടി, ചോയ്സും കിട്ടി. ഓക്കെ അല്ലേ? ഈ ഇങ്ങനത്തെ ഒരു പോയിന്റിൽ മാത്രം എൻട്രി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ചോയ്സിലേക്ക് വന്ന് ടച്ച് ചെയ്തല്ലോ, ഇനി ചോയ്സിൽ ടച്ച് ചെയ്ത ഡൗൺ ട്രെൻഡിലേക്ക് ട്രെൻഡ് മാറിയില്ലെന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഇതൊക്കെ ഒരുപാട് ട്രാപ്പുകളാണ്. ഈ ചോയ്സ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ലിക്വിഡിറ്റി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെറ്റപ്പ് വരുന്നത്. കാര്യങ്ങളൊക്കെ അല്ലേ?